morning everyone. Good morning from the beautiful city of Taiwan. ഇന്ന് നമ്മൾ വന്നിട്ട് തേർഡ് ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇന്ന് ബ്യൂട്ടിഫുൾ സണ്ണി ചെറിയ വിൻഡിയായ ഈ ദിവസത്ത് നമ്മുടെ ഐറ്റിനറി ആയിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കാണുന്നത് നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയ ആണ്. ഈ സിറ്റിയുടെ ദിസ് പാർട്ട് ഇസ് സോ ബ്യൂട്ടിഫുൾ, സോ വൈഡ്, സോ ഗ്രീൻ, സോ നൈസ്. നമുക്കപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങാം. ലെറ്റ്സ് ഗോ. തായ്വാൻ എന്ന് പറഞ്ഞ കൺട്രി ഒരു ഐലൻഡ് നേഷനാണ്, നമുക്കൊക്കെ അറിയുന്ന പോലെ. ഒരു ഐലൻഡ് കൺട്രി എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല ഇവിടെ. ഇതൊരു ബസ്ലിംഗ് സിറ്റിയാണ്. തായ്പേയ് സിറ്റി എന്ന് പറഞ്ഞാൽ സോ ഹ്യൂജ്, ഭയങ്കര വലുതാണ്. തായ്പേയ് ആൻഡ് ന്യൂ തായ്പേയ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്തത്, ന്യൂ മുംബൈ എന്നൊക്കെ പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത പോലെ അത്ര വലിയ സിറ്റിയാണ്. ആ സിറ്റിയിലെ റോഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പോയ ഒരു സിറ്റിയിലും ഇത്ര ബ്രോഡ് സ്ട്രീറ്റ്സ് കണ്ടിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് ഹൈവേ അല്ല, നോർമൽ സ്ട്രീറ്റ്സ് ആണ്. ഇപ്പോൾ ആ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ സോ വൈഡ്. അതിൻ്റെ സൈഡിലുള്ള പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സൈക്ലിംഗ് ട്രാക്ക്, ദെൻ ദർ ഇസ് എ ലൈൻ ഫോർ ട്രീസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പെഡസ്ട്രിയൻ ഒരു വാക്ക്, ദെൻ വൺ എക്സ്ട്രാ സ്പേസ് ഫോർ ഐ ഡോണ്ട് നോ ഫോർ വാട്ട്. സോ വൈഡ്, ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുകയാണെങ്കിൽ തന്നെ ദിസ് ഇസ് ജസ്റ്റ് എ നോർമൽ ഏരിയ, ദിസ് ഇസ് നോട്ട് എ ഹൈവേ. പിന്നെ ഇതിരിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം പറയാൻ ഇറ്റ്സ് വെൽ കണക്റ്റഡ്. ബ്രേക്ക്ഫാസ്റ്റിന് പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കോഫി ക്രേവിങ്. ഇവിടെ ആണെങ്കിൽ കൂടുതൽ ടീയുടെ ആൾക്കാരാണ്. തായ്വാനീസ് ടീ ഈസ് വെരി ഫേമസ്. ഗുഡ് ക്വാളിറ്റി ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് തായ്വാൻ. അപ്പോൾ കോഫി വളരെ കുറച്ചാണ് സാധാരണ സിറ്റി വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു കോഫി ഷോപ്പ് കണ്ടപ്പോൾ ആ ടേക്ക് അവേ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അതിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു urban ടൈപ്പ് ഓഫ് ഇൻറ്റീരിയേഴ്സ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്നൊന്ന് കോഫി എടുക്കാമെന്ന്. പിന്നെ കോഫിക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആസ് യൂഷ്വൽ എനിക്ക് കോഫിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ലാത്തയാണ്. ഞാൻ ഈ ലാത്തയിൽ ഇവിടെ വന്നപ്പോൾ ദിസ് പാർട്ട് ഓഫ് ദി വേൾഡ് മാച്ച ഇസ് വെരി ഫേമസ്, റൈറ്റ്? ഗ്രീൻ ടീയുടെ ഫ്ലേവറുള്ള മാച്ച. സോ മാച്ച ലാറ്റയാണ്. ഒരു പ്രാവശ്യം സ്റ്റാർബക്സിൽ നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ മാച്ച ലാറ്റെ. പക്ഷെ അവരുടെ സ്ഥലത്തു നിന്ന് വന്നിട്ട് ഇത് കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ്. സോ വി ഹാവ് മൈ മാച്ച ലാറ്റെ. ഇന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ട്രെയിൻ സ്റ്റേഷൻ്റെ പേരെന്തായിരുന്നു? ഫ്യൂക്സിങ് സം ലോങ് പേരുള്ളൊരു സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് ഇനി നമ്മൾ വിഹോ ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ എടുത്തിട്ടാണ് നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് പോകേണ്ടത്. ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാർഡ്. ഈ ബേസിക്കലി ഇത് ഈസി കാർഡ് എന്ന് പറയും. ഈ കാർഡ് നമുക്ക് ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോർ 7-Eleven, ഫാമിലി മാർട്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാം. നമ്മൾ വാങ്ങിച്ചത് മെട്രോ സ്റ്റേഷൻ തന്നെയാണ് വാങ്ങിച്ചത്. എന്നിട്ട് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ ടോപ്പ് അപ്പ് നല്ല ബ്യൂട്ടിഫുൾ കാർഡാണ്. ഇത് കാണുന്നത് ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള കാർഡ് വാങ്ങിക്കാൻ കിട്ടും. ഈ കാർഡ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പറഞ്ഞു, കുറച്ച് പേരല്ല 2 പേര് പറഞ്ഞു അവർക്ക് ഈ കാർഡ് വാങ്ങിക്കൊണ്ടുവരും, അവർ കളക്ഷനിൽ വെക്കാനാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഈസി കാർഡ് ടോപ്പ് അപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. ബാലൻസ് ഇത് മൈനസ് ആയിട്ടും കിടക്കും കേട്ടോ. ബാലൻസ് ചെക്ക് ചെയ്യട്ടെ. -37 അപ്പോൾ ഇതിനൊരു $100 നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് നോക്കാം. നോക്കട്ടെ. വെരി ഈസി. ഈ കാർഡ് ബേസിക്കലി ടാപ്പ് ആൻഡ് ഗോ ആണ്. തായ്പേയ് സൂ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഒരു തായ്പേയ് സൂ. ഇനി നമ്മുടെ സ്റ്റേഷനിൽ 1, 2, 3, 4, 5, 6, 7, 8 സ്റ്റോപ്പും കൂടെ ഉള്ളൂ അങ്ങോട്ടും. പക്ഷെ ഇത് നമ്മുടെ സ്കൈ ട്രെയിൻ ഇല്ലേ, LRT, അതുപോലെയാണ് ഇത് പോകുന്നത്. സാധാരണ ട്രെയിനേക്കാളും കുറച്ചിട്ട് കമ്പാരിറ്റീവ്ലി സ്മോളർ ആണല്ലോ LRTയുടെ സൈസ്. പക്ഷെ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ ശേഷം
ഗോണ്ടോള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ആ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ്റെ പേരാണ് സൂ സ്റ്റേഷൻ. നമ്മുടെ ഈസി കാർഡ് തന്നെയാണ്, അതിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കാം. ഈസി കാർഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എന്തോ $20 ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഓൾറെഡി ഇത് റീചാർജ്ഡ് ആണ്, ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മളങ്ങനെ ഗൊണ്ടോളയിൽ കയറിയതും നേരെ തന്നെ അവർ ആ ക്യാമ്പിൽ കയറ്റി. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ദർ ആർ 2 ഓപ്ഷൻസ്. ഒന്ന് ക്രിസ്റ്റൽ ഫ്ലോർ ഉള്ളത്, ക്രിസ്റ്റൽ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആകാശത്തോട്ട് മാത്രം നോക്കിയിട്ടാണ് ഇരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ക്രിസ്റ്റൽ ഇതുള്ളത് എനിക്ക് വേണ്ട ക്രിസ്റ്റൽ ബോട്ടം. പിന്നെ താഴെ പോലെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നോക്കേണ്ടി വരും. കയറി ഞാൻ ഭയങ്കര പേടിയാണ്. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോഴേക്കും സാധനം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. നമ്മുടെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹോങ്കോങ്ങിലുള്ള നോങ്പിങ്ങിലുള്ള സെയിം കേബിൾ കാറിൻ്റെ ഫോമാറ്റിലാണ് ഒരു മൗണ്ടൻ്റെ മുകളിലോട്ട് പോകുന്നു. 4 സ്റ്റേഷനുണ്ട്. തായ്പേയ് സൂ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ഒന്ന് സൂ സ്റ്റേഷൻ, ഒന്ന് സൗത്ത് സൂ സ്റ്റേഷൻ. പിന്നെ ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ള ഈ മൊക്കോം, ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് തെറ്റാന്ന്, മൊക്കോം എന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ സൂ സ്റ്റേഷൻ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി 2 സ്റ്റേഷനിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പേടിച്ചിട്ട് ശ്വാസം വിടാതൊക്കെ ഇരിക്കുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാൻ ഭയങ്കര അഡ്വെഞ്ചറസ് ആണ്. എന്തുവാണ് സംഭവം? തായ്പേയിലെ ആദ്യത്തെ കേബിൾ കാറാണ് ഈ മക്കോങ് ഗൊണ്ടോള. ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സ്റ്റേഷൻസ് ഉണ്ട്. 4 സ്റ്റേഷനിൽ തായ്പേയ് സൂ 2 സ്റ്റേഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഇറങ്ങിയില്ല. രണ്ടാമതും സൂ സൗത്താണ്. അപ്പോൾ സൂ കാണാൻ ഒരുപാട് സമയം എടുക്കും, അപ്പോൾ അതൊന്നും സൂ എടുക്കുന്നില്ല. പിന്നെ അപ്പോൾ നമുക്ക് 3rd സ്റ്റേഷനിലായിരിക്കും ഇറങ്ങേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തം റൈഡിന് അപ്പ് ആൻഡ് ഡൗൺ കൂടി 20 to 30 മിനിറ്റ്സ് അവർ പറയുന്നത്. അപ്പം ഇത്ര നേരം നമ്മൾ ഒറ്റയ്ക്കായിരുന്നു, 2 പേര് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പം അടുത്ത സ്റ്റേഷനിൽ വേറെ 2 പേരും കൂടെ കയറിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാണുന്ന വ്യൂ തായ്പേയിലുള്ള ലഷ് ഗ്രീൻ ഫോറസ്റ്റ്, ദൂരെ ഇതിന്റെ ഫേസ് ആയിട്ടുള്ള, ഈ സിറ്റിയുടെ ഫേസ് ആയിട്ടുള്ള 101 ബിൽഡിംഗ്, പിന്നെ ഒരു ജിറാഫ് ഇൻസിനറേറ്റർ. ഇവിടുത്തെ വേസ്റ്റ് ഗാർബേജ് ഡിസ്പോസൽ പ്ലാന്റ് ആണ്, അതിന്റെ ചിമ്നിയാണ് അത്. ആ ചിമ്നിയിൽ ജിറാഫിന്റെ കുറെ പെയിന്റിങ്സ് ഉണ്ട്, അതുകൊണ്ട് അതിന് ജിറാഫ് ഇൻസിനറേറ്റർ എന്നാണ് അവരുടെ പേര്. ഇതൊക്കെ നമുക്ക് താഴെ കാണാം. ഈ സൈഡിൽ തായ്പേയ് സിറ്റിയുടെ സ്കൈ ലൈൻസും ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ഗൊണ്ടോള റൈഡ് ഇവിടെ തായ്പേയിൽ വരുന്നതിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. കാരണം ഈ സിറ്റിയുടെ നല്ല ബ്യൂട്ടിഫുൾ ഒരു വ്യൂ നമുക്ക് മുകളിൽ നിന്ന് കിട്ടും. എന്താ പറയുക, പ്ലസ് അതിൻ്റെ കൂടെ തായ്വാനിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ടെമ്പിൾസും പിന്നെ ടീ പ്ലാന്റേഷനും കാണാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റേഷനായിട്ടുള്ള സിംഗാൻ ടെമ്പിൾ സ്റ്റേഷനിൽ സെക്കൻഡ് സ്റ്റേഷൻ ടു 3rd സ്റ്റേഷൻ വരുന്ന ഫേസിൽ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ അതാണുണ്ടായിരുന്നത്. പക്ഷെ അപ്പുറത്തെ റിട്ടേണിലേക്ക് കുറെ സ്കൂൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന മോളിക്കൂടെ പോകുന്ന കേബിൾ കാർ, അതിനാണ് ഗൊണ്ടോള റൈഡ് എന്ന് പറഞ്ഞത്. അതിലാണ് നമ്മൾ വന്നത്. ആ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷൻ്റെ പുറത്ത് വന്നു. ഞാൻ പറഞ്ഞില്ല 4 സ്റ്റേഷനുണ്ട്, മൂന്നാമത്തെ സ്റ്റേഷനാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സിനാൻ ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിലാണ്. തായ്പേയിലെ വെഷാൻ ഡിസ്ട്രിക്റ്റിലുള്ള സീഷാൻ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ്റെ സ്ലോപ്സിലുള്ള ഒരു ടെമ്പിളാണിത്. ഇവിടെ വരാനുള്ള വഴി എന്ന് വെച്ചാൽ ഗൊണ്ടോള റൈഡ്. അപ്പോൾ അതിന് വന്നിട്ട് നമ്മൾ ഇറങ്ങി ഇവിടെ നിൽക്കുകയാണ്. ഇതൊരു താവോയിസ് ടെമ്പിളാണ്. വരുന്ന എൻട്രി വേയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചൈനീസ് വിഷിംഗ് കാർഡ്സ് ഉണ്ട്. ബ്യൂട്ടിഫുൾ ടിപ്പിക്കൽ തായ്വാനീസ് എല്ലാ ടെമ്പിളിലും കാണുന്ന ആ ബേസിക് സംഭവങ്ങളൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇത് മലയുടെ മുകളിലൊരു ടെമ്പിൾ ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. നമ്മൾ ഗൊണ്ടോളയിൽ വരുമ്പോൾ തന്നെ ലാസ്റ്റ് ഫേസിൽ നമുക്കൊരു ചെറിയ ആട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കാറ്റ്, നല്ല തിക്ക് ഡാർക്ക് ഗ്രീൻ മരങ്ങളൊക്കെ, പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൻ്റെ കഥകൾ അവിടെ നിന്ന് പറയാം. തായ്വാനീസ് ടെമ്പിൾ. ഈ
ടെമ്പിളിന്റെ എൻട്രി വേയിൽ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഇലയുള്ള പോലത്തെ കുറേ മരങ്ങളുണ്ട്. ആ മരത്തിൽ ഫുൾ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഈ ചൈനീസ് ഈ കാർഡ്, ഇതിൻ്റെ പേരെന്താ അറിയോ? വിഷിംഗ് കാർഡ് എന്നാണ്. ഇവിടെ ചൈനീസിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താ അറിയോ? സേഫ്റ്റി ഫോർ യർ ഫാമിലി, ഹെൽത്ത്, സ്മൂത്ത് സെയിലിംഗ്, കരിയർ, വെൽ സ്റ്റഡീസ്, റിലേഷൻഷിപ്പ്, ഗുഡ് ലക്ക്, ബ്ലെസ്സിങ്, വിഷിംഗ് കാർഡ്. അപ്പോൾ അത് എല്ലാവർക്കും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി ഞാൻ വിഷ് ചെയ്യുന്നു. സിനാൻ ടെമ്പിൾ 1891 കാലഘട്ടങ്ങളിൽ പണികഴിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഈ താവോയിസ്റ്റ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് തായ്പേയ് നഗരത്തിനടുത്തുള്ള ഹൊഷാങ് മൗണ്ടൻസ് അഥവാ മങ്കി മൗണ്ടൻസിൻ്റെ സ്ലോപ്പിലാണ്. ചൈനീസ് മിത്തോളജി അനുസരിച്ച് പ്രശസ്തമായ 8 ഇമ്മോർട്ടൽസിൽ ഒന്നായ ലുതുങ് പിൻ എന്ന ഡൈറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. സിനാൻ ടെമ്പിൾ കോംപ്ലക്സിൽ ആകെ 3 ക്ഷേത്രങ്ങളും 11 പ്രതീക്ഷകളുമാണുള്ളത്. തായ് നിർമ്മാണ രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് ബ്ലാക്ക് ബുദ്ധ അഥവാ സക്യാമുനി ബുദ്ധയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അന്നത്തെ തായ് പ്രധാനമന്ത്രിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗം പണികഴിപ്പിക്കാനുള്ള നേതൃത്വം നൽകിയത്. തായ്വാനിലെ യങ് കപ്പിൾസ് വരാൻ മടിക്കുന്ന ഒരു ടെമ്പിളാണ് സിനാൻ ടെമ്പിൾ. അതിൻ്റെ കാരണം ഇവിടുത്തെ ഡയറ്റി ലുതുങ് പിൻ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്നതിൽ വളരെ നൊട്ടോറിയസ് ആണെന്നുള്ളൊരു പേരുള്ളതുകൊണ്ടാണ്. ദ ടെമ്പിൾ ഓഫ് 1000 സ്റ്റെപ്സ് എന്നുകൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. ഇതിന് ചുറ്റുവട്ടത്തായി ഏകദേശം 1200ഓളം പടികളുണ്ട്. ഓരോ പടി കയറുമ്പോഴും ആയുസിൻ്റെ 20 സെക്കൻഡ് സമയം കൂട്ടിക്കിട്ടുമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം. ആ വിശ്വാസം ശരിയാണെങ്കിൽ ഈ പടികളെല്ലാം കയറിക്കഴിഞ്ഞാൽ ആയുസിന് ഏകദേശം 6.5 മണിക്കൂർ സമയം കൂടുതലായി കിട്ടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ടെമ്പിളിൻ്റെ പേരാണ് സിനാൻ ടെമ്പിൾ. ഇവിടുത്തെ തായ്വാനിലെ ഏറ്റവും ഫേമസ് ആയ 2 റിലീജിയൻ ഒന്നായ താവോയിസം, അതിലെ ഒരു താവോയിസ്റ്റ് ടെമ്പിളാണിത്. 1880 എന്നൊക്കെ പറഞ്ഞ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. ഇത് അവരുടെ ഇമ്മോർട്ടൽ ഗോഡായ ലുതുങ് പിൻ, എനിക്ക് അങ്ങനെ ഏതോ ഒരു ഡൈറ്റി, അത് അവരുടെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ഡൈറ്റിയാണ്. ആ ദൈവത്തിൻ്റെ പ്രതീക്ഷയുള്ള ഒരു തായ്വാനീസ് ടെമ്പിളാണിത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഒന്നാമത് അവരുടെ തായ്വാനീസ് ട്രഡീഷണൽ ആർക്കിടെക്ചർ, രണ്ടാമത് ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സീഷാൻ എന്ന് പറഞ്ഞ മൗണ്ടൻ്റെ സ്ലോപ്പിലാണ്. അപ്പോൾ ചുറ്റും ലഷ് ഗ്രീൻ ഒരു ഫോറസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ വളരെ കളർഫുള്ളായിട്ടുള്ള തായ്വാനീസ് ആർക്കിടെക്ചറിലുള്ള ഈ ടെമ്പിൾ, അതുകൂടെ കാണുമ്പോൾ പിന്നെ ഇവിടുത്തെ ഒരു കാറ്റ് എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലാണ്. ഓക്കെ, ഈ മക്കോങ് എന്ന് പറഞ്ഞ ഈ ഏരിയയിലുള്ള ഊലോങ് ടീ ഫ്ലേവറുള്ള ഐസ്ക്രീം ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. ഇത് മാച്ച ഫ്ലേവേർഡ് കുക്കിയാണ് കേട്ടോ. സോ ലെറ്റ്സ് ഹാവ് ദി ഐസ്ക്രീം. അടുത്തൊരു ടീ ഹൗസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വുഡൻ സ്റ്റെപ്സ് ഒക്കെ കയറിക്കൊണ്ടിരിക്കാം. ഇവിടെ ഇപ്പോഴും ആൾക്കാരുണ്ട്. നല്ല കാറ്റാട്ടോ. ഈ തായ്വാൻ ആസ് എ കൺട്രി, തായ്പേയ് എന്ന സിറ്റിയിൽ വന്ന ദിവസം തുടങ്ങി നമ്മൾ കാറ്റ് കിട്ടുന്നുണ്ട്. ഈ മലയുടെ മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ കാറ്റിൻ്റെ ശക്തി കുറച്ച് കൂടി. ഭയങ്കര തണുപ്പല്ല, ചെറിയ തണുപ്പുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്യൂട്ടിഫുൾ തായ്പേയ് സിറ്റി ഓൾ ലിറ്റ് പല പല കളറിൽ കാണുന്നത് കാണാം. അങ്ങനെ നമ്മൾ മോക്കോ
ലോങ്ങിലൊന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ അവിടുത്തെ ടീ ഒക്കെ ഒന്ന് കുടിച്ച് അവിടുത്തെ ഐസ്ക്രീം ഫ്ലേവർ ഇത് കഴിഞ്ഞ് ഒരു ചെറിയ ഡിന്നർ ഒരു ഡ്രിങ്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഗൊണ്ടോള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ട്രെയിൻ ഇനി ഇവിടുന്ന് ലോങ് ആയിരിക്കും, കാരണം 4 സ്റ്റേഷനായിരുന്നു വന്നപ്പോണ്ടായിരുന്നത്. അതിൽ തേർഡ് സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ മാറി ഇവിടെ വന്നത്. അപ്പോൾ സ്ട്രേറ്റ് ആയിട്ട് നൈറ്റ് വ്യൂ ഒക്കെ കണ്ടിട്ട് കുറച്ച് പേടിച്ചിട്ട് നമുക്ക് താഴെ എത്താം. താഴെ എത്തിയിട്ട് ബാക്കി എന്താ ചെയ്യാൻ നോക്കാം. ഇനി ഇൻ കേസ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഇന്നത്തെ ദിവസം സൈൻ ഓഫ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ബൈ ഫ്രം മക്കോ, തായ്പേയ്, തായ്വാൻ. അങ്ങനെ നമ്മൾ ഗൊണ്ടോള റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി സിറ്റി സെൻറ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചു, നൈറ്റ് ലൈഫ് കാണാനായിട്ട്. അപ്പോൾ ട്രെയിനിലാണ് നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നത്. ഇവിടുത്തെ ട്രെയിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, വെൽ കണക്റ്റഡ് ആണ്, ഭയങ്കര ഈസി ആക്സസിബിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ റൈഡ് വേണമെങ്കിൽ തായ്പേയിലെ ട്രെയിൻ റൈഡ് എന്ന് പറയാം. അപ്പോൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ആണ് കൊമേഴ്ഷ്യൽ ഹബ് ഓഫ് തായ്പേയ് എന്നാണ് പറയുന്നത്. ദ മൻഹാറ്റൻ ഓഫ് തായ്വാൻ എന്ന് പറയുന്ന സിനൽ ഡിസ്ട്രിക്ട്, ഇവിടെയാണ് തായ്പേയ് 101 എന്നുള്ള ബ്യൂട്ടിഫുൾ സ്കൈ സ്ക്രേപ്പർ ബിൽഡിംഗ്, ഒരുപാട് ഷോപ്പിംഗ് ഏരിയ, ഒരു 5th Avenue ലുക്കാണ് ഇവിടെ ഈ സ്ഥലത്തിന്. ഹസ്ലിംഗ് ആൻഡ് ബസ്ലിംഗ് സിറ്റി ഓഫ് തായ്പേയ് എന്ന് പറഞ്ഞ മാതിരി ഞാനിപ്പോൾ നിൽക്കുന്നത് സിനി ഡിസ്ട്രിക്റ്റിലാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക ഫേമസ് ആയ ഡിസ്ട്രിക്റ്റ്. ഈ സ്ട്രീറ്റിന് അവർ പറയുന്നത് ഇവിടുത്തെ മൻഹാട്ടൻ എന്നാണ്. ലിറ്ററലി ന്യൂയോർക്കിലെ 5th Avenueലെ സ്ട്രീറ്റ് അതിനേക്കാളും ഭംഗിയായിട്ട് എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അവിടെ ആപ്പിൾ സ്റ്റോർ ഉണ്ട്. സെയിം 5th Avenueൽ ഇതുപോലൊരു കോർണറിലായിട്ടാണ് അവിടുത്തെ ആപ്പിൾ സ്റ്റോർ ഉള്ളത്. പിന്നെ ബിൽഡിംഗ്, പിന്നെ ബ്യൂട്ടിഫുൾ കുറേ എനിക്കറിയാം പേരറിയാത്ത കുറേ ബിൽഡിങ്സ്. പക്ഷേ ഇവിടുത്തെ സിറ്റിയുടെ വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി തായ്പേയ് സിറ്റിയുടെ ബ്യൂട്ടിഫുൾ വൈബ്. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ കുറേ നേരം അവിടെ എല്ലാം കറങ്ങി നടന്നു. അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് ലൈവ് പെർഫോമൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് പതുക്കെ നമ്മൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ഹോട്ടലിലോട്ട് തിരിച്ചുപോയി. ഇനി നാളെ നമുക്ക് വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ് എവ്രി വൺ, ബൈ ബൈ ഫ്രം തായ്പേയ്.